എല്ലാവർക്കും നിലാവ് നക്ഷത്രവും ചാനലിൻ്റെ പുതിയ ഒരു ഫാമിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എൻ്റെ ഒരു ചെറിയ സന്തോഷം നിങ്ങളെടുത്ത് ഞാൻ പങ്കുവയ്ക്കാൻ പോകണം കേട്ടോ. അത് മറ്റൊന്നുമല്ല, ഞാൻ ആദ്യമായിട്ട് അട വെച്ച എൻ്റെ മണിത്താറാവിൻ്റെ മുട്ടയെല്ലാം വിരിഞ്ഞേക്കുവാണ്. ഒരെണ്ണം പോയി 7 എണ്ണം വെച്ചതിൽ 6 എണ്ണം വിരിഞ്ഞിരിക്കുകയാണ്. അത് നിങ്ങളെടുത്ത് ഞാൻ കാണിച്ചു തരാമേ. ഞാനേ ഈ താറാവിനെ വാങ്ങിക്കാൻ കാര്യം തന്നെയാണല്ലോ. അതാ ഈ ബേബീസിനെ കണ്ടാണ് കേട്ടോ. ഇതിനെ കണ്ടോ, എന്ത് ഭംഗിയാന്ന് നോക്കി ഇതിനെ കാണാൻ. ഇതിനെ കണ്ടാണ് ഞാൻ ഈ മണിത്താറാവിനെ വാങ്ങിച്ചത്. ഇപ്പം ഇതിൻ്റെ മുട്ടയൊക്കെ വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ ബേബീസ് ആയിട്ടുണ്ട്. നല്ല ക്യൂട്ടാണ് കേട്ടോ. കുറച്ച് നാളത്തേന് ഇതിങ്ങനെ ഇരിക്കും. പിന്നെ ഇതിൻ്റെ കളറെല്ലാം മാറി ഇതിൻ്റെ ശരിക്കുള്ള വൈറ്റാണ്. വൈറ്റ് നമുക്കിവിടെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ നടക്കണം. മിക്കവാറും ആ കുഞ്ഞുങ്ങളായിരിക്കും. എനിക്കിപ്പം 6 പേര് വിരിഞ്ഞതിൽ 4 പേര് മണിത്താറാവിൻ്റെ കേട്ടോ. 2 പേര് താറാവിൻ്റെ കുഞ്ഞാണ് വിരിഞ്ഞത്. 34 ദിവസം എടുത്ത് എനിക്ക് ഇവരെ വിരിഞ്ഞ് കിട്ടാനും 34 ദിവസം എടുത്തു. അയ്യോ, മമ്മി അവിടെ കിടന്ന് ബഹളം വെക്കുന്നു മക്കളെ കാണാനിട്ട്. ഇതിപ്പോൾ ഇന്നലെ വിരിഞ്ഞ കേട്ടോ. വൺ ഡേ പരുവമായിട്ടുള്ളൂ. അപ്പോൾ ഇന്നലെ രാവിലെ വിരിഞ്ഞിട്ട് വൈകിട്ടായപ്പോഴത്തേനും പതുക്കെ ഏറ്റവും ഓട്ടം, കോഴിക്കുഞ്ഞിനെ പോലൊന്നുമല്ല, ഏറ്റവും ഓട്ടം തുടങ്ങി അതിനകത്തൂടെ. അപ്പോൾ ഞാൻ സ്റ്റാർട്ടർ ഫുഡ് ആദ്യം കൊടുത്തു കേട്ടോ. സ്റ്റാർട്ടർ ഫുഡ് ഒരു കുഞ്ഞ് പാത്രത്തിൽ വെച്ചിട്ട് അതിനകത്ത് നനച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ച് കൊടുത്തു. 1 ഡേ ആയപ്പോഴേ 24 hours കഴിഞ്ഞിട്ട് കൊടുക്കാനാണ് പറഞ്ഞത്. 24 hours ആയപ്പോഴേ ഞാൻ ഇതിന് ഫുഡ് കൊടുത്തു, വെള്ളം വെച്ച് കൊടുത്തു. ചാഴാൻ തുടങ്ങി, വെള്ളത്തിനകത്തൊക്കെ ചാഴാൻ തുടങ്ങി. ഇപ്പം ഡേ 2 ആണ്. ഡേ 2 ആയപ്പോൾ നമ്മൾ കുളിച്ചു അല്ലേ. നമ്മൾ വെള്ളത്തിൽ ചാടി കുളിച്ചു. ഒരു കുഞ്ഞ് ബേസിനിൽ അവർക്ക് എത്തുന്ന പോലെ ചെറിയ ഹൈറ്റില്ലാത്തൊരു ബേസിനിൽ വെള്ളം വെച്ച് കൊടുത്തു. ഇതിന് മഞ്ഞപ്പൊടി, നമ്മുടെ വീട്ടിലെ തന്നെ മഞ്ഞളിൻ്റെ പൊടി ഉണ്ടായിരുന്നു, അത് ഇടിച്ചിട്ട് വെള്ളം വെച്ച് കൊടുത്ത് അതിനകത്ത് കയറി കുടിക്കുകയും ചെറുതായിട്ട് അടിക്കുകയും ഒക്കെ ചെയ്തു. മമ്മി ട്രെയിനിങ്ങിനും ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു. അങ്ങനെ മമ്മി മക്കളും ഇവിടെ ഹാപ്പിയാണ്. നല്ലതാണ് കേട്ടോ. മണിത്താറാവിൻ്റെ വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളെ ഇതുപോലെ അടവെച്ച് വിരിയിക്കാൻ പറ്റും. നമുക്ക് മുട്ട ആണെ കിട്ടും. 15 മുട്ട. വിടാം ഞാൻ ഇവരെ അങ്ങോട്ട് വിട്ടോട്ടെ, എന്നിട്ട് ബാക്കിയത് പറയാം. മമ്മി വിളിക്കുന്നു 15 മുട്ടയൊക്കെ ഇട്ടതിന് ശേഷം അവരടയാവും. അതിന് ശേഷമാണ് നമ്മളിത് വെക്കണം കേട്ടോ. അട വെക്കാൻ ഞാൻ വെച്ചത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവരുടെ ഈ സൗണ്ട് മാറും. അടയാകുമ്പോൾ ഇവരുടെ സൗണ്ട് മാറും കേട്ടോ. ഒരു കീ സൗണ്ട് ഉണ്ടാക്കും. അത് നമുക്കറിയാം. നമ്മൾ ചെല്ലുമ്പോഴത്തേനും ഒരുമാതിരി ചിറവൊക്കെ പൊക്കി വെച്ചുകൊണ്ട് ഒരു സൗണ്ടാക്കി നമ്മൾ എടുത്തില്ല. അപ്പോൾ നമുക്കറിയാം അടയാന്ന് മനസ്സിലാകും കേട്ടോ. അപ്പോൾ ഇവരെന്നാ ചെയ്തത്, മുട്ട അതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ, മറ്റുള്ള താറാവും ഒക്കെ മുട്ട ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇവരെ കൂടെ എല്ലാം പൊഴിച്ചിടും. എന്നിട്ട് ഈ മുയലൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഇരിക്കുന്ന കണ്ടോണ്ടോ നിർത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇരിക്കുക ചെയ്യുന്നത്. ഒരു മെത്ത പോലെ അവർ റെഡിയാക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി അടയാന്ന്. അപ്പോൾ ഫസ്റ്റ് ടൈം അല്ലേ, ഒത്തിരി മുട്ട വെച്ചാൽ ഇതിന് ശരിക്കും പറഞ്ഞാൽ 13 മുട്ട വരെ വെക്കാം. കാരണം നല്ല സൈസ് ഉണ്ടല്ലോ. മണിത്താറാവ് നല്ല സൈസാണ്, കോഴിയെപ്പോലല്ലോ. പക്ഷെ ഞാൻ ഫസ്റ്റ് ഒരു പരീക്ഷണമായോ 7 മുട്ട വെച്ചുള്ളായിരുന്നു. അതിൽ 6 എണ്ണം വിരിഞ്ഞു, 1 എണ്ണം കണ്ടറിയാം ആയിട്ടില്ല. ഈ മുട്ട നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ അങ്ങ് മാറ്റി ഒരു സിൽവർ കളറാവും കേട്ടോ. ഒരു 10-15 ദിവസമാകുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ നല്ല സിൽവർ കളറാവും. ഈ മുട്ടയുടെ കളർ അങ്ങോട്ട് മാറി, വെള്ളം മാറി വെള്ളി കളറാകുമ്പോൾ നമുക്കറിയാം അത് ആവുന്നുണ്ടെന്ന്. പിന്നെ എന്താ പറയുക, ഇതിനെ വെച്ച് ടോർച്ച് വെച്ച് നോക്കിയാൽ നമുക്ക് അറിയാനൊക്കെ പറ്റും ഇതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ എന്നിട്ട് ഫസ്റ്റ് ഡേയിൽ ഇവരിങ്ങനെ മെത്തയൊക്കെ അതൊക്കെ മാറ്റിയിട്ട് കുറച്ച് അറക്കപ്പൊടിയുടെ ചൂളും കുറച്ച് അതിൻ്റെ തന്നെ ആ പൂട പൊഴിച്ചിട്ടതും എല്ലാം കൂടെ കൊട്ടക്കകത്താക്കി വെച്ച് കൊടുക്കുക ചെയ്തത്. അവൾ ഇരുന്ന സ്ഥലത്ത് തന്നെ അവളങ്ങ് സേഫായിട്ട് വെച്ചു. 34ാമത്തെ ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ. 32 ദിവസമായപ്പോൾ താറാവ് കുഞ്ഞ് വിരിഞ്ഞു. 31ാം ദിവസം 32ാം ദിവസമായപ്പോൾ താറാവിൻ്റെ കുഞ്ഞ് വിരിഞ്ഞു. അപ്പോൾ എനിക്ക് ഡൗട്ട് അത് വിരിയോ ഇല്ലേ എന്നുള്ളത്. അപ്പം മാമൻ പറഞ്ഞു 35 ദിവസം വരെ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 34ാമത്തെ ദിവസം ബാക്കി കുഞ്ഞുങ്ങൾ 32, 33, 34 ആ 3 ദിവസം കൊണ്ട് ബാക്കി എല്ലാം വിരിഞ്ഞ് 34ാം ദിവസം ആയപ്പോഴത്തേനും 4 പിള്ളേരും വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ധൈര്യമായിട്ട് നമുക്ക് അട വെക്കാം. മനസ്സിലായി ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി. ഇത്രയും മാത്രമേ ചെയ്തുള്ളൂ. ഡെയിലി ഒരു ദിവസം ഞാൻ വെളിയിറക്കും. രാവിലെ എല്ലാ ദിവസവും ഒന്ന് വെളിയിലിറക്കും, ഫുഡ് കൊടുക്കും. ഫുഡൊക്കെ മറ്റേ മാഷാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അരിയായാലും കൂത്തായാലും ഗോതമ്പായാലും എന്തായാലും കൂത്ത് വെച്ച് കൊടുക്കും, വെള്ളം വെച്ച് കൊടുക്കും. നമ്മൾ ഗ്ലോയിപ്ലക്സ് സിറപ്പൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, വൈറ്റമിൻ സിറപ്പൊക്കെ. അതൊഴിച്ച് ഒരു നേരം വെള്ളം കൊടുക്കും. പിന്നെ കൂടിൻ്റെ അകത്ത് ഞാൻ വെള്ളം ഓൾറെഡി വെച്ചിട്ടുണ്ടായിരിക്കും എപ്പോഴും. പക്ഷേ അവൾ ഇറങ്ങാറില്ല. ഒറ്റ നേരം ഇറങ്ങി ഈ വെള്ളം കുടിയേ ഉള്ളൂ, അല്ലാതെ ഇറങ്ങിയിട്ടേ ഇല്ല. ഇത്രയും ദിവസമായിട്ട് ഒറ്റ നേരം ഇറങ്ങുക, ഫുഡ് കഴിച്ച് വെള്ളം കുടിച്ചിട്ട് കയറിപ്പോയിരിക്കും. അത്രയായിരുന്നു. ഇനിയിപ്പം അടയൊക്കെ വിരിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് അതിനകത്തൊരു നടപ്പുണ്ട്. വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്, എപ്പോഴും വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. ഫുഡ് ഒരു കുഞ്ഞു പാത്രത്തിൽ നനച്ചിട്ട് അന്നത്തെ ദിവസമുള്ള ഫുഡൊന്നും മാറ്റണം. മിച്ചമുണ്ടെങ്കിൽ പിന്നെ വെക്കാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. താറാവിന് നമ്മൾ പൂപ്പലുള്ള ഒരു സാധനം, പാരി ആയാലും നമ്മൾ പൂപ്പലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോഴിക്കൊക്കെ ഇട്ട് കൊടുക്കും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. അത് അങ്ങനെ പൂപ്പലുണ്ടെങ്കിൽ കഴുകിയിട്ടേ കൊടുക്കാവുള്ളൂ. പൂപ്പൽ ചെന്നാൽ താറാവായാലും മണിത്താറാവ് വെക്കാനും പെട്ടെന്ന് അത് ചത്തുപോകും കേട്ടോ. അതിന് ഭയങ്കര വിഷാംശമല്ലേ, ഫംഗസ്, അത് താങ്ങാനുള്ള ഇതില്ല, പെട്ടെന്ന് ചത്തുപോകും. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഫുഡാണ് തന്നെ ഇന്നത്തെ ഫുഡ്
നാളെ കൊടുക്കും. പൂപ്പലൊക്കെ ഉള്ളത് മാക്സിമം കൊടുക്കാതിരിക്കുക. ഫുഡും മിച്ചം വരുവാണെങ്കിൽ ഞാൻ കളഞ്ഞേക്കുക. നമ്മൾ അതിൻ്റെ ലാഭം നോക്കാൻ പോയാൽ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടത്തില്ല, ചത്തുപോകും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒന്നും ചെയ്യാനില്ലെന്നാണ് പറഞ്ഞത്. 1 മന്ത് വരെ നമ്മൾ ഈ സ്റ്റാർട്ടർ ഫുഡാണ് കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക്. അതിന് ശേഷം ഗ്രോവറിലേക്ക് കയറും. ഈ കുഞ്ഞുങ്ങളെ കൊടുക്കാനൊന്നും പ്ലാനില്ല. ഇനിയിപ്പോൾ അവിടെ വെച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെയും കൂടെ സെയിലൊക്കെ തുടങ്ങിയാലും ആലോചിക്കുകയാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എന്ത് രസമല്ലോ, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ അടുത്ത് വളർത്താൻ അത്ര ക്യൂട്ടാണ്. ഈ കോഴിക്കുഞ്ഞിനേക്കാളും ക്യൂട്ടാണ്. താറാവ് കുഞ്ഞിനെയുടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ മൺതാറാവിൻ്റെ കുഞ്ഞ് യെല്ലോ കളറാണ്, ചുണ്ടൊക്കെ വെളുത്തായിരിക്കുന്നത്. പക്ഷേ താറാവിൻ്റെ കുഞ്ഞ് ബ്ലാക്കാണ് കേട്ടോ. അതിനിടെ ഞാൻ കാണിച്ചു തരാമേ. ഇതാണ് കേട്ടോ നമ്മുടെ താറാവിൻ്റെ കുഞ്ഞ്. ഇതിൻ്റെ കളർ കണ്ടോ? ഇതിപ്പം 3 ദിവസമായി. ഇവർ ഉണ്ടായിട്ട് 3 ദിവസമായി. ഇവരുടെ മുട്ട നേരത്തെ വിരിഞ്ഞു കേട്ടോ. ഇവരൊക്കെ ഉണ്ടായപ്പോഴേ കറമ്പികളായിരുന്നു, ചുണ്ടൊക്കെ കറുത്തായിരുന്നത്. മറ്റേതുണ്ടായപ്പോഴേ നല്ല വൈറ്റ് കളർ കൂടെയൊക്കെ വന്നിട്ട് പിന്നെ മഞ്ഞയായി, മൊത്തം മഞ്ഞയായി. ഇവരും ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്. കുളിയും തുടങ്ങിയിട്ടില്ല. അതിനകത്ത് ചുണ്ടിട്ട് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ചുണ്ടിട്ടൊക്കെ ആക്കിയിട്ട് പോകും. ഇപ്പോൾ 3rd ഡേ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളത്തിൽ ഇത്തിരി വൈറ്റമിൻ സിറപ്പൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിപ്പം 2 ദിവസം കഴിഞ്ഞിട്ടായിട്ടെന്ന് എഴുതിയിട്ട് ഇപ്പം മഞ്ഞപ്പൊടി മാത്രം ഇട്ടിട്ട് വെള്ളം വെച്ച് കൊടുത്തേക്കുന്നത്. മഞ്ഞപ്പൊടി മാത്രം എടുത്തിട്ട് വെള്ളം വെച്ച് കൊടുത്തേക്കുന്നത്, അല്ല ഒന്നും വെച്ച് കൊടുത്തിട്ടില്ല. ഫുഡ് ഒരു നേരമാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് അതിനകത്ത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി വന്ന് തിരുന്നുണ്ട്. പിന്നെ അമ്മമാർ വന്ന് അരിക്കകത്തോച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുത്തേക്കുന്നത്, അമ്മ വന്ന് വെള്ളം അതിനകത്തോട്ട് അത് കഴിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, വേറെ ഒന്നും കൊടുത്തിട്ടില്ല. പോച്ചയൊക്കെ പതുക്കെ വെച്ച് ഡാം വെച്ചിട്ട് പോച്ചയൊക്കെ അഞ്ഞിട്ടെടുക്കണം. നമ്മുടെ വലിയ പേരൻസിനെ പോലെ ഇതൊക്കെ കൊടുത്ത് പഠിപ്പിക്കണമല്ലോ. നമ്മൾ കൊച്ചിനെ പഠിപ്പിക്കുന്ന പോലെ ഇരിക്കും എന്നാണ് പറയുന്നത്. വിടാം. ഇതിനിപ്പം 3 ദിവസം കഴിഞ്ഞ കുഞ്ഞാണ് കേട്ടോ. അപ്പോൾ എൻ്റെ നേരത്തെ താറാവ് വീഡിയോ ഞാൻ ഇടയ്ക്ക് കാണിച്ചതായിരുന്നു. നമ്മൾ അട വെച്ചിട്ടുണ്ട്, കുഞ്ഞ് വിരിയുമ്പം കാണിക്കാമെന്നൊക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മളെ മൺതാറാവിൻ്റെ അട വെച്ചതിൻ്റെ വിശേഷം. പിന്നെ നമ്മൾ മൺതാറാവിനെ അട വെക്കുമ്പോൾ ഫസ്റ്റ് മുട്ട ഇട്ടതിന് ശേഷം ആദ്യമേ കയറി വെക്കല്. 1-2 തവണയൊക്കെ മുട്ടയിട്ട് അത് അതിന് ശേഷം പിന്നെ വെക്കാവുള്ളൂ. ആദ്യം അവർ ഇരിക്കത്തില്ല കേട്ടോ. ഇരിക്കുമെന്നൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ വേണം. അതുകൊണ്ട് ആദ്യം വെക്കുമ്പോൾ നമ്മൾ കുറച്ച് മുട്ട വെച്ചാൽ മതി. 7 മുട്ടയൊക്കെ മാക്സിമം വെച്ചാൽ മതി. പിന്നെയൊക്കെ ഇപ്പം നമുക്കൊരു കോൺഫിഡൻ്റ് ആയില്ലേ, ഇന്നിപ്പോൾ ധൈര്യമായിട്ട് വെക്കാമല്ലോ. അപ്പോൾ അല്ലെങ്കിൽ മുട്ട പഴുപ്പോത്തില്ലേ. ഒരു മുട്ടയ്ക്ക് 12 രൂപ വരെ ഉള്ളതല്ലേ, അപ്പോൾ പഴുക്കളയാൻ പാടുണ്ടോ. അപ്പോൾ അങ്ങനെ നോക്കുക. പിന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലുണ്ടല്ലോ, നമ്മൾ താറാവിനെയൊക്കെ വലിയ താറാവിനെയൊക്കെ എങ്ങനെയാണ് വളർത്തുന്നത്, അതിൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങളും ഡീലിൻ്റെ കാര്യങ്ങളും എല്ലാം നമ്മളെ ചാനലിൽ വീഡിയോസിലുണ്ട് കേട്ടോ. അതൊക്കെ ഡൗട്ടുകളൊക്കെ പോയി കാണാം. പിന്നെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ല്. അപ്പോൾ അടുത്ത പുതിയതായിട്ട് വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.